നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതായല്ലേ മാങ്ങ. അപ്പോൾ ആ മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ടിട്ട് അത് അലുത്ത് ഉപ്പുമാങ്ങയായിട്ട് ഞെരടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഉപ്പിലിട്ട് 1 മാസത്തോളമായ മാങ്ങ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ലേശം നമ്മുടെ ഉപ്പുവെള്ളം അതിനകത്തോട്ട് ചേർക്കാം കേട്ടോ. അതിനുശേഷം അത് മിക്സിയുടെ ജാറിന് നല്ലതായിട്ട് അലുത്ത മാങ്ങയ്ക്ക് മിക്സിയുടെ ആവശ്യമേ ഇല്ല. ഞാൻ പിന്നെ മിക്സിയുടെ ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കേട്ടോ. അലുത്ത മാങ്ങ ഒരിക്കലും മിക്സിയുടെ ജാറിനകത്തിട്ട് അടിക്കണം, നമ്മൾ കൈയിട്ട് ഞെരടിയാൽ മതി. ഇത് ഇച്ചിരി കൂടെ അലക്കാനുള്ളത് കൊണ്ടും എനിക്ക് കഴിക്കാനുള്ള ധൃതി കൊണ്ടും ഞാനത് മിക്സിയുടെ ജാറിനകത്തിട്ട് ഇതുപോലെ ഒന്ന് ഒറ്റ കറക്ക് കേട്ടോ. അപ്പോഴത്തേ വെള്ളമല്ല ഇത്, ഞാൻ ആ ഉപ്പുവെള്ളം ലേശം ചേർത്തതായിരുന്നു കേട്ടോ. എന്നിട്ട് അരച്ചത് ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി, ഒരു പാത്രത്തിലേക്ക് ഞാനത് അരച്ച് കണ്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് ലേശം മുളക് പൊടി, ഒരുപാട് മുളക് പൊടി ഇട്ടാൽ ഭയങ്കര എരിവായിരിക്കും, നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക. പിന്നെ സബോള ഇങ്ങനെ കുരുകുരാന്നരിഞ്ഞ സബോള അതിലേക്ക് ഇടുക. ഉപ്പിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ, ഓൾറെഡി ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ വെളിച്ചെണ്ണ, ഓയിലല്ല ഒഴിക്കണ്ടേ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്പൂണിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്തൊരു ടേസ്റ്റാണെന്നറിയോ, കഞ്ഞിയുടെ കൂടെ നമ്മളൊരു മൂക്കറ്റം കഞ്ഞി കുടിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ചെയ്തിട്ടില്ലാത്തവരും ഉപ്പുമാങ്ങ ഞെരടിയിട്ടില്ലാത്തവരും എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപ്പുമാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉപ്പിലിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.